ആ, ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ. സ്ക്രീൻ വന്നല്ലോ അല്ലേ? യെസ്, കാണാം കാണാം. ഓക്കെ. ഹായ്, എൻ്റെ പേര് റിജി ചന്ദ്രൻ എന്നാണ്. ഞാൻ ട്രിവാൻഡ്രത്താണ് എൻ്റെ വീട്. ഞാൻ ഫോട്ടോഗ്രാഫി ബേസിക്കലി ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്. ഒപ്പം വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ തുമ്പികളെ കുറിച്ചിട്ടും പക്ഷികളെ കുറിച്ചും പാമ്പ്, തവള, അങ്ങനെ അതിനൊക്കെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടി ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ടൈറ്റിൽ സ്ലൈഡിൽ തന്നെ ഒരു സാമ്പാർ ഡിയർ അതിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു ഡോള്, ഇങ്ങനെ ഒരു ചിത്രം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ്. ഒരു കണക്കിനല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ചിത്രങ്ങൾ എടുക്കാൻ കഴിവുള്ള ആൾക്കാരാണ് നമ്മളെല്ലാവരും. ഈ ചിത്രം ഞാൻ ടൈറ്റിൽ സ്ലൈഡായിട്ട് തന്നെ യൂസ് ചെയ്തതെന്ന് പറയുന്നത്, ഇത് ഞങ്ങൾ ഗവിന്ന് ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മളൊരു പ്രകൃതി നിരീക്ഷകൻ അല്ലെങ്കിൽ ഒരു പ്രകൃതിയിലേക്ക് നമ്മൾ പോകുമ്പോൾ എങ്ങനെ ആയിക്കൂടാ എന്നതിൻ്റെ ഒരു തെളിവായിട്ടാണ് ഞാൻ ഈ ചിത്രം ഇവിടെ കാണിക്കുന്നത്. അതായത് ഞങ്ങൾ ഗവിയിൽ ഫോട്ടോ എടുക്കാനായിട്ട് പോയപ്പോൾ ഡാം സൈറ്റിൽ സാഡിയറിനെ ഡോള് ഒരു 7 8 എണ്ണോ ഉള്ള ഒരു പാക്കായിരുന്നു. അവരിങ്ങനെ ഓടിച്ച് വെള്ളത്തിലേക്ക് ഇറക്കി അറ്റാക്ക് ചെയ്തു. അപ്പോഴേക്കും കുറച്ച് കോളേജിലെ കുറേ കുട്ടികൾ അവിടെ വിസിറ്റ് ചെയ്തു. അവർ വന്നിട്ട് ഒരുപാട് ഉച്ചത്തിൽ സൗണ്ട് ഉണ്ടാക്കിയിട്ട് അപ്പോഴേക്കും ഡോൾസ് എല്ലാം പേടിച്ചിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ഈ ഇരയെ വിട്ടിട്ട് അവർ കരയിലേക്ക് കയറി. അതായത് നമുക്കിപ്പോൾ ഒരു ഡോളിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഒരാഴ്ചയോ 2 ആഴ്ചയോ ചിലപ്പോൾ ഒരു മാസത്തിലൊക്കെ കൂടുമ്പോഴായിരിക്കും ഒരു ഇരയെ കിട്ടുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ കാട്ടിനകത്ത് ബിഹേവ് ചെയ്യണം എന്നതിന് കാണിക്കുന്ന ഒരു ചിത്രമാണ്. നമ്മൾ കാട്ടിൽ ചെന്നിട്ട് ആവശ്യമില്ലാതെ ബഹളം വെച്ചു. അതിൻ്റെ ഫലമായിട്ട് അവരുടെ ഇരയെ വിട്ടിട്ട് അവർക്ക് ഓടേണ്ടി വന്നു. അവരുടെ പാക്കിൻ്റെ ലീഡറിനെ അവർക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ അവർ കരയിൽ കയറിപ്പോയി. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചിത്രം ഞാനിവിടെ കാണിച്ചത്. അപ്പോൾ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് എത്തിക്സ് ആണ്. അപ്പോൾ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ എങ്ങനെ ആയിരിക്കണം, അവർക്കുള്ള അവസരങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി, ഇത്രയുമാണ് ഞാൻ ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫോട്ടോഗ്രാഫി എന്താണെന്ന് നോക്കാം. എന്താണ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ, അതായത് പെയിൻറ്റിങ്ങും ഡ്രോയിങ്ങും ഒക്കെ പോലെ തന്നെ വളരെ ഒരു ആർട്ട് ഫോമാണ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. അതായത് നമ്മൾ പടം വരയ്ക്കുന്നതും പെയിൻറ്റ് ചെയ്യുന്നതൊക്കെ പോലെയുള്ള ഒരു ആർട്ടാണ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ എടുക്കുന്ന ആളിൻ്റെ അല്ലെങ്കിൽ ആ ജീവിയുടെ ഇമോഷൻസും ആ സ്റ്റോറിയും ആ ഇവൻറ്റും എല്ലാം നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് 3 തരത്തിലുള്ള ഫോട്ടോഗ്രാഫിയാണുള്ളത്. ഒന്ന് ലാൻഡ്സ്കേപ്പ്, ഒന്ന് പോർട്രേറ്റ്, പിന്നെ ഒന്ന് ഡോക്യുമെൻ്ററി എന്നാണ് പറയുന്നത്. അതിൽ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു വൈഡ് ഏരിയയിലുള്ള പ്രകൃതിയാവാം, കുറേ ബിൽഡിങ്ങുകളാവാം, അല്ലെങ്കിൽ വലിയ മൗണ്ടെയിൻ ആവാം, കടലാകാം, അങ്ങനെ എന്തും ഒരൊറ്റ ഫ്രെയിമിനകത്ത് വൈഡായിട്ട് നമ്മൾ ചിത്രീകരിക്കുന്നതിനെയാണ് ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത്. അടുത്ത് പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ഇൻഡിവിജ്വലായിട്ട് ഒരാളുടെ അല്ലെങ്കിൽ ഒരു പക്ഷിയുടെ അല്ലെങ്കിൽ ഒരു മൃഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ജീവിയുടെ ക്ലോസപ്പ് ആയിട്ടുള്ള ഷോട്ട് എടുക്കുന്നതിനെയാണ് പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി. അതിൽ അവരുടെ ഇമോഷൻസ് ഉണ്ടാവും. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. അടുത്ത് ഡോക്യുമെൻ്ററി ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു സ്റ്റോറി ഉണ്ടാവും, ഒരു കണ്ടന്റ് ഉണ്ടാവും. ഇപ്പം ഞാൻ ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് മൂന്നാറിൽ നിന്ന് എടുത്തതാണ്. ഒരു മദർ എലിഫൻ്റ് തൻ്റെ കുഞ്ഞിന് പാലൂട്ടുന്ന ചിത്രമാണ്. അപ്പോൾ അതിൻ്റെ അകത്തൊരു സ്റ്റോറി ഉണ്ട്, അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ഉണ്ടാവും. നമ്മളെടുക്കുന്ന ചിത്രത്തിൽ ഒരു കണ്ടന്റ് ഉള്ളതിനെയാണ് നമ്മൾ ഡോക്യുമെൻ്ററി ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ന്യൂസ് പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അതിൽ വരുന്ന എല്ലാം ഡോക്യുമെൻ്ററി ഫോട്ടോഗ്രാഫിയാണ്. ഇപ്പം നമ്മളൊരു സമരം ചിത്രീകരിക്കാനായിട്ട് മിക്ക ഫോട്ടോഗ്രാഫർമാരും യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, അവർ ഒരു ലാത്തി ചാർജും കുറേ ആൾക്കാർ നിന്ന് കഴിഞ്ഞാൽ
ആ ഒരു ചിത്രം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവിടെ ഒരു സമരം ഉണ്ടായിരുന്നു, ആ സമരത്തിനകത്ത് ലാത്തി ചാർജ് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ആ ഒരു ഡോക്യുമെന്റ് നമുക്ക് മനസ്സിലാവും. അങ്ങനെയുള്ള ഫോട്ടോഗ്രാഫിയാണ് നമ്മൾ ഡോക്യുമെന്ററി ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. അടുത്തിനി മാക്രോ ഫോട്ടോഗ്രാഫി. ഒരു ജീവിയുടെ അല്ലെങ്കിൽ ഒരു ഇൻസെക്റ്റിന്റെ വളരെ എക്സ്ട്രീം ക്ലോസപ്പ് ആയിട്ട് എടുക്കുന്ന ചിത്രങ്ങളെയാണ് നമ്മൾ മാക്രോ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. അത് ചെറിയ ലിവിങ് ഓർഗാനിസം ആവാം, സ്മാൾ സബ്ജക്റ്റുകളാവാം, ചെറിയ ഇലയാകാം, അങ്ങനെ എന്തും നമുക്ക് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ നമ്മൾ പകർത്തുന്ന ഫോട്ടോഗ്രാഫിയാണ് മാക്രോ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയാണ് നമുക്ക് ബേസിക്കലായിട്ട് ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ ഇത്രയാണ് നമുക്ക് ബേസിക്കലായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇനി എന്താണ് നമ്മൾ എൻ്റെ സബ്ജക്റ്റിലേക്ക് പറയാൻ, ഇനി എന്താണ് വന്യജീവി ഫോട്ടോഗ്രാഫി എന്ന് നോക്കാം. നമ്മൾ കേവലം നമ്മൾ ചിത്രങ്ങൾ എടുക്കൽ മാത്രമല്ല വന്യജീവി ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. പകരം മൃഗങ്ങളുടെയും പക്ഷികളുടെയും സ്വാഭാവിക പെരുമാറ്റം പകർത്തുന്ന ഒരു കലയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വന്യജീവി ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. അതിനി പക്ഷികളാവാം, മാമൽസ് ആകാം, ചെറിയ ഇൻസെക്റ്റുകൾ, ഫ്രോഗ് ആവാം, സ്നേക്സ് ആവാം, അങ്ങനെ എന്തും ആയിക്കോട്ടെ, അതിൻ്റെ എല്ലാം സ്വാഭാവികമായ പെരുമാറ്റവും ഉൾപ്പെടെ പകർത്തുന്ന കലയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വന്യജീവി ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ പ്രകൃതിയുമായിട്ടുള്ള ആഴത്തിലുള്ള ഒരു ആശയവിനിമയമാണ്. പ്രകൃതി നമ്മളോട് സംസാരിക്കുന്ന രീതിയെ നമ്മൾ എന്ത് ചെയ്യുന്നു, പകർത്തി മറ്റൊരാളിലേക്ക് എത്തിക്കുന്നു. അതാണ് നമ്മൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി വഴി ചെയ്യുന്നത്. ഇതിൽ നമ്മൾ കുറേ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് റോബർ ഫ്ലൈ ഒരു തുമ്പിയെ പിടിച്ച് അറ്റാക്ക് ചെയ്തിട്ട് കഴിക്കുന്ന ചിത്രമാണ്. പിന്നെ ഒന്നെന്ന് പറയുന്നത് അക്രോപാരലൈ എന്നുള്ള ഫ്രോഗ് മാറ്റിംഗ് പോസ്റ്ററിലെടുത്ത ചിത്രമാണ്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ളത് നമ്മുടെ ബാർക്കിംഗ് ഡിയർ, ഏഴമാൻ എന്ന് പറയും, അതിന് 2 എണ്ണം ഒരുമിച്ചിരിക്കുന്ന ചിത്രമാണ്. അവരിങ്ങനെ വളരെ ഏർലി മോർണിംഗ് ടൈമിൽ ഞാൻ എടുത്ത ചിത്രമാണ്. അപ്പോൾ എന്താണ് ഇമ്പോർട്ടൻ്റ്, ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലെ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് നോക്കാം നമുക്ക്. ഒന്നെന്ന് പറയുന്നത് അർബൻ ഓഡിയൻസിനെ നമ്മൾ കണക്ട് വിത്ത് നാച്ചർ, അതായത് സാധാരണ ജനങ്ങളെ പ്രകൃതിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കലയാണ് എന്തെന്ന് പറയുന്നത്, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കുള്ള അവയർനെസ് ആണ് കൊടുക്കുന്നത്. നമ്മുടെ കാട്ടിനകത്ത് ഇങ്ങനെയുള്ള ജീവികളൊക്കെ ഉണ്ട്, അതിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണമെന്നൊക്കെയുള്ള ഒരു ആശയമാണ് നമ്മൾ അതുവഴി അവരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇപ്പം കൺസർവേഷൻ, അത് ഈ എന്താണ് ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചാൽ മറ്റൊന്നെന്ന് പറയുന്നത് കൺസർവേഷൻ ആണ്. നമ്മൾ വിഷ്വൽ എവിഡൻസ് കൊണ്ട് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് ഫോട്ടോഗ്രാഫി, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് എന്ന് പറയുമ്പോൾ പല രീതിയിൽ നമുക്ക് പറയാം. ഇപ്പം നമുക്ക് ഒരുപാട് ഗ്രാസ് ലാൻഡ് ഉണ്ട്. ഈ ഗ്രാസ് ലാൻഡുകളൊക്കെ ചിലപ്പോൾ നാളെ ഒരു കാലത്ത് ഷോല ഫോറസ്റ്റ് ആയി മാറാം. അപ്പോൾ നമുക്ക് ഒരു വിഷ്വൽ എവിഡൻസ് ആയിട്ട് നമ്മൾ ആ ഭാഗത്തിൻ്റെ ഒരു ചിത്രം എടുത്ത് വെച്ചിട്ട് വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മൾ അവിടെ മറ്റൊരു ചിത്രം കൂടെ എടുത്ത് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് സ്റ്റഡി ചെയ്യാൻ വളരെ എളുപ്പമായിട്ടുള്ള മാർഗമാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് ഒരു ഡാൻസിങ് ഫ്രോഗാണ്. ഈ ഡാൻസിങ് ഫ്രോഗ് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ മനസ്സിനകത്ത് വരുന്നതെന്ന് പറയുന്നത് ഒരു ഫ്രോഗ് ഇരുന്ന് ഡാൻസ് ചെയ്യുന്നതുകൊണ്ടല്ല ശരിക്കും ഡാൻസിങ് ഫ്രോഗിന് ആ പേര് വരാൻ കാരണം. അതിൻ്റെ ബാക്കിലത്തെ ഫൂട്ടിനെ ഇങ്ങനെ ഫ്ലാഗ് ചെയ്യും, അതിൻ്റെ ഇണയെ ആകർഷിക്കാനായിട്ട്. ഈ ഡാൻസിങ് ഫ്രോഗ്സ് കാണുന്നത് എപ്പോഴും കൂടുതലായിട്ട് നമ്മുടെ ചെറിയ വെള്ളച്ചാട്ടം പോലുള്ള നീരൊഴുക്കുള്ള പ്രദേശത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കോൾസ് പെട്ടെന്ന് ഫീമെയിലിനെ അട്രാക്ട് ചെയ്യാറില്ല. അതിന് വേണ്ടിയിട്ട് ഫീമെയിലിനെ അട്രാക്ട് ചെയ്യാനായിട്ടാണ് അവരുടെ ബാക്ക് ലെഗ് ഇങ്ങനെ ഫ്ലാഗ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് അവർ ആ ഒരു ശൈലി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ സാധാരണക്കാർക്ക് അറിയത്തില്ല. അവർ നോക്കുമ്പോൾ ഡാൻസിങ് ഫ്രോഗ് എന്ന് ഒരു സാധാ ഒരു ഫ്രോഗ് മാത്രമാണ്. പക്ഷെ അവരിലേക്ക് ഈ ആശയം എന്തുകൊണ്ടാണ് ഈ ഡാൻസിങ് ഫ്രോഗ് ഇങ്ങനെ ഫുഡ് ഫ്ലാഗ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ പേര് വരാൻ കാരണം എന്താണെന്ന് അവരിലേക്ക് എത്തിച്ചാൽ മാത്രമേ അവർക്ക് മനസ്സിലാവൂ അങ്ങനത്തെ ജീവികൾ അവിടെ ജീവിക്കുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ ഇത് ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് പകർത്തിയതാണ്. അപ്പോൾ എൻ്റെ നാട്ടിലെ ആൾക്കാർക്ക് അവിടെ കാട്ടുപോത്തുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത ചിത്രം എൻ്റെ സോഷ്യൽ മീഡിയ വഴി ഞാൻ പങ്കുവയ്ക്കുമ്പോൾ എൻ്റെ നാട്ടിലുള്ള ആൾക്കാർ അത് മനസ്സിലാക്കും. അപ്പോൾ എൻ്റെ നാട്ടിലുള്ള ആൾക്കാരെയും പ്രകൃതിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു മാർഗമാണിത്. പിന്നെ ഇത് എൻ്റെ നാട്ടിൽ തന്നെ ഞാൻ ഫോട്ടോഗ്രാഫറാണ്. ഒപ്പം എൻ്റെ നാട്ടിൽ 240 സ്പീഷീസോളം ബേഡ്സിനെ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ചിത്രങ്ങൾ പകർത്തിയിട്ടുണ്ട്, എൻ്റെ നാട്ടിലെ ആൾക്കാരെ കാണിച്ചു കൊടുത്തിട്ടുമുണ്ട്. അത് നമ്മൾ പല രീതിയിൽ, ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ വഴിയാകാം, അല്ലെങ്കിൽ നമ്മുടെ എക്സിബിഷൻസ് വഴിയാവാം, അങ്ങനെയെല്ലാം നമുക്ക്
അവർക്ക് അത് ആ ഒരു അവയർനെസ് നമുക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും. ബേഡ്സിനെ പോലെ തന്നെ 106 സ്പീഷീസ് ഓഡോനൈറ്റ്സ് തുമ്പികളുണ്ട്. അതും റെക്കോർഡ് ചെയ്തു. അതും എൻ്റെ നാട്ടിലുള്ള ആൾക്കാർക്ക്, അതായത് ഞാനൊക്കെ തുടക്ക സമയത്ത് ഇങ്ങനെ ക്യാമറയായിട്ട് നടക്കുമ്പോൾ എൻ്റെ നാട്ടുകാരെന്നെ ഒരുപാട് പരിഹസിക്കും. ഇവന് ഭ്രാന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പരിഹസിക്കാറുണ്ട്. പക്ഷേ പിന്നീടായപ്പോൾ അവർക്ക് നമ്മുടെ നാട്ടിലുള്ള ജീവികളുടെ ചിത്രങ്ങളും അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊക്കെ ഞാൻ സോഷ്യൽ മീഡിയ വഴിയെല്ലാം പങ്കുവച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് മനസ്സിലായി ഞാൻ വെറുതെ ക്യാമറയും കൊണ്ട് നടക്കുന്നതല്ല, ഒപ്പം ഇതെല്ലാം ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് ഇത്രയും ജീവികളുണ്ട്. പലരും വന്ന് എൻ്റെ അടുത്ത് സംസാരിക്കാറുണ്ട്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പക്ഷികളും തുമ്പികളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെന്ന് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ അവരുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമാണ് നമ്മുടെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് കാര്യം. നമ്മളെ സാധാരണക്കാരായിട്ടുള്ള ഓഡിയൻസിന് ഇങ്ങനത്തെ ജീവികൾ നമ്മുടെ ചുറ്റുപാടും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മുടെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ വന്യജീവി ഫോട്ടോഗ്രാഫിയിൽ അവസരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് പ്രധാനമായിട്ടും കൺസർവേഷൻ ഫോട്ടോഗ്രാഫി തന്നെയാണ്. ഒന്ന് പ്രധാനമായിട്ടും പറയുന്നത് പരിസ്ഥിതി പ്രശ്നങ്ങൾ സമൂഹ ശ്രദ്ധയിൽ കൊണ്ടുവരിക. ഇപ്പം നമ്മുടെ കാട്ടിലായിരുന്നാലും ഇതിപ്പം ബീച്ചിന്റെ ഫോട്ടോയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കാട്ടിലായിരുന്നാൽ പോലും ഒരുപാട് പ്ലാസ്റ്റിക്കും വേസ്റ്റ് നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞ് വേസ്റ്റ് മാനേജ്മെന്റ് നമ്മുടെ സാധാരണ ജനങ്ങൾ ഭയങ്കര ലോയാണ്. അപ്പോൾ അവർക്ക് ആ ഒരു അവബോധം കൊണ്ടുവരാനായിട്ട് ഇതുപോലെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ഒപ്പം ഇതിന്റെ അങ്ങനെ ഇടാൻ പാടില്ല എന്നുള്ള മെസ്സേജ് നമ്മൾ കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ പ്ലാസ്റ്റിക് മാനേജ്മെന്റ് ചെയ്യാൻ പറ്റും. അതായത് കാട്ടിലും എല്ലാം ഇങ്ങനെ ആവശ്യമില്ലാതെ കൊണ്ടിടുന്ന ശീലം നമുക്ക് ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റും. അത് പ്രധാനമായിട്ടും ഇങ്ങനെ പ്ലാസ്റ്റിക്കുകൾ കൊണ്ടുവന്ന് ഇടുന്ന വളരെ കുറച്ച് ആളുകൾക്ക് ഒരു 1-2 വർഷത്തിന് മുന്നേ നമ്മൾ പൊന്മുടിയിൽ തന്നെ 1-2 ആവുകൾ സാമ്പാർ ഡിയർ ചത്തു. അപ്പോൾ അതിന്റെ പോസ്റ്റ്മോർട്ടത്തിൽ അതിന്റെ അബ്ഡോമനകത്ത് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കുകൾ ഇങ്ങനെ ദഹിക്കാതെ കിടന്നിട്ടാണ് അത് ഡെഡായത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് സാധാരണ ജനങ്ങളിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ വിജയിച്ചു എന്ന് പറയാം. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞത് കാടുകളും തണ്ണീർത്തടങ്ങളും നശിക്കുന്ന ചിത്രങ്ങളിലൂടെ തടയാൻ പറ്റും. പ്രത്യേകിച്ച് കാട്ടുതീ അതുപോലുള്ള ചിത്രങ്ങൾ എടുത്ത് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അത് കഴിഞ്ഞിട്ടുള്ള ചിത്രങ്ങൾ, അത് അഫക്റ്റ് ചെയ്തിട്ടുള്ള ചിത്രങ്ങൾ കാണിച്ചുകൊണ്ട് നമുക്ക് അവർക്ക് അതിൻ്റെ അവബോധങ്ങൾ കൊണ്ടുവരാൻ പറ്റും. പിന്നെ NGOകൾക്കും പരിസ്ഥിതി സംഘടനകൾക്കും ഒപ്പം പ്രവർത്തിക്കും. ഞാൻ വർക്ക് ചെയ്യുന്നത് WWF വോളണ്ടിയർ ആയിട്ടും SOS സൊസൈറ്റി ഫോർ ഓഡോൺ വോളണ്ടിയർ ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഒപ്പം നിന്നുകൊണ്ട് അവരുടെ പ്രവൃത്തികൾ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ പകർത്തിക്കൊണ്ട് അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ഭാഗമായി നിന്നുകൊണ്ട് കൺസർവേഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് കഴിയും. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് പക്ഷി വന്യജീവി ഡോക്യുമെന്റേഷൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വെറും ഫോട്ടോഗ്രാഫർ ഒരു ഹോബി ആയിട്ട് മാത്രമാണ് നമ്മൾ കാണുന്നതെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു കാടുണ്ടെങ്കിൽ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റൂ എന്നൊരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ അവിടുത്തെ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുള്ള ജീവിവർഗങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ പ്രക്രിയയിൽ നമ്മൾ പങ്കാളിയാവണം. പിന്നെ അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഞാൻ ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലേക്ക് വന്ന സമയത്ത് എൻ്റെ മനസ്സിനകത്തുള്ള ഒരു തിങ്ക് എന്ന് പറഞ്ഞാൽ വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആകണമെന്നായിരുന്നു. പക്ഷേ കാലക്രമേണ ഞാനിങ്ങനെ ഓരോ ജീവികളെ കുറിച്ച് പഠിച്ചു വന്നു, അതിൻ്റെ ഇമ്പോർട്ടൻസ് പഠിച്ചു, അതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഇമ്പോർട്ടൻസിലേക്ക് വന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതിനേക്ക് ഡോക്യുമെന്റ് ചെയ്തിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. എങ്കിൽ മാത്രമേ അവയെ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ തുടങ്ങിയ സമയത്ത് 2018 ആ സമയത്ത് നമ്മുടെ കേരള ബേർഡ് മോണിറ്ററിങ്ങും WWF എല്ലാം ചേർന്നുകൊണ്ടായിരുന്നു ബേർഡ്ലെസ്. കേരളത്തിൽ നമ്മുടെ ബേർഡ്ലെസിനെ കുറിച്ച് അറിയാമല്ലോ. ഇന്ത്യയിലെ തന്നെ ആദ്യം ബേർഡ്ലെസ് കംപ്ലീറ്റ് ചെയ്ത സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അതിൻ്റെ ഒരു ഭാഗമാകാനായിട്ട് എനിക്ക് കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ സർവേകൾ, ഓഡോനേറ്റ സർവേകൾ, ഹെർപ്പറ്റോഫോണോ സർവേകൾ, ഇതിലെല്ലാം പങ്കാളിയായിക്കൊണ്ട് ഇതിലെല്ലാം ഫോട്ടോഗ്രാഫേഴ്സിന്റെ ആവശ്യകതയുണ്ട്. വെറും ഒരു റെക്കോർഡെന്ന് പറയാനായിട്ട് ഒരു ജീവി നമ്മൾ കണ്ടു എന്ന് പറയുന്നതിനേക്കാളും ബെറ്ററാണ് നമ്മൾ ആ ജീവിയുടെ ഫോട്ടോ എടുത്തുകൊണ്ട് നമ്മൾ അവരുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫോട്ടോഗ്രാഫിക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതുപോലുള്ള സർവേകളിലെല്ലാം ഫോട്ടോഗ്രാഫിക്ക് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്.
പിന്നെ പ്രാദേശികമായ ജൈവ വൈവിധ്യ രജിസ്റ്ററുകൾ തയ്യാറാക്കാൻ നമുക്ക് സഹായിക്കും. ഇപ്പം നമ്മൾ ഓരോ പഞ്ചായത്തുകളിലും ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് അവിടുത്തെ ജൈവ വൈവിധ്യ രജിസ്റ്ററുകളുണ്ട്. അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ മറ്റൊരു അവസരം സിറ്റിസൺ സയൻസ്. ഇന്ന് കുറച്ച് നാളുകൾക്ക് മുന്നേ വരെ സിറ്റിസൺ സയൻസ് എന്താണെന്ന് ചോദിച്ച ആർക്കും അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കൊറോണയ്ക്ക് ശേഷമൊക്കെ സിറ്റിസൺ സയൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും അറിയാം. അതായത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ശേഖരിക്കുന്ന ഡേറ്റ സയന്റിഫിക് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിനെയാണ് സിറ്റിസൺ സയൻസ് എന്ന് പറയുന്നത്. നമ്മൾ എടുക്കുന്ന ഡേറ്റ സയന്റിഫിക് ആവശ്യത്തിന് വേണ്ടി അവർ ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ സിറ്റിസൺ സയൻസ് ഡേറ്റാസ് എടുക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കുറച്ച് ആപ്പുകളുണ്ട്. അവരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഫോട്ടോഗ്രാഫേഴ്സിന് ഒന്ന് ഇബേഡ്, ഐനാച്ചുറലിസ്റ്റ് ആപ്പുകൾ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇബേഡിനകത്ത് നമ്മളൊരു ചിത്രം എടുത്തിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അത് ഏത് പക്ഷിയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒപ്പം നമുക്ക് നമ്മളെ ഫോട്ടോഗ്രാഫ്സ് നമ്മൾ അവരുടെ ആ ഡേറ്റയിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അത് യൂസ്ഫുൾ ആവും. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഐനാച്ചുറലിസ്റ്റ്. വളരെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഐനാച്ചുറലിസ്റ്റ്. സാധാരണ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഐനാച്ചുറലിസ്റ്റിൽ പങ്കാളികളാകാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് നമ്മൾ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് എടുക്കുന്ന ഒരു ചിത്രം വളരെ ഈസി ആയിട്ട് ഐനാച്ചുറലിസ്റ്റ് ആപ്പിനകത്ത് നമുക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ട് അത് ഏത് ജീവിയാണ്, അത് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ കൊടുക്കുന്ന ഡേറ്റ വെച്ച് മറ്റാർക്കെങ്കിലും പഠിക്കാൻ കഴിയുമെങ്കിൽ വിവിധ പ്രോജക്റ്റുകളുണ്ട്. ആ പ്രോജക്റ്റുകളിലെല്ലാം ആഡായിക്കൊണ്ട് നമുക്ക് അവരെയൊക്കെ നമുക്ക് പഠിക്കുന്ന ആൾക്കാരെ ഒരുപാട് നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് കഴിയും. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ സാധാരണക്കാർ എടുക്കുന്ന ചിത്രങ്ങൾ ശാസ്ത്രജ്ഞർക്ക് ഡേറ്റയായി മാറുന്നു എന്ന് പറഞ്ഞു അല്ലേ. പിന്നെ പുതിയ ജീവികളെ കണ്ടെത്താനുള്ള ഒരു അവസരം കൂടിയാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. ഞാനിപ്പോൾ 2 ചിത്രം കാണിച്ചിട്ടുണ്ട്. ഈ കൊറോണ സമയത്തായിരുന്നു ഞാൻ എടുത്ത 2 ചിത്രങ്ങളാണ്. അതിന് ബേസ് ചെയ്തിട്ട് പിന്നീട് സ്റ്റഡി ചെയ്യുകയും ആ 2 തുമ്പികളും പിന്നീട് പുതിയ സ്പീഷീസുകളായിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ അതിന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത് പറയുന്ന ആ കൊറോണ സമയത്ത് എടുത്ത ചിത്രങ്ങളായിരുന്നു. ആ ചിത്രങ്ങളെ ബേസ് ചെയ്തിട്ടാണ് സ്റ്റഡി ചെയ്യുകയും അതിനെ ന്യൂ സ്പീഷീസ് ആക്കാനായിട്ട് ഫോട്ടോഗ്രാഫ് മാത്രം പോരാ, അതിനെക്കുറിച്ച് മോർ സ്റ്റഡി ചെയ്ത് സ്പീഷീസ് ആയിട്ട് അംഗീകരിക്കുകയും ചെയ്തു. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് മീഡിയ, മാഗസിനുകൾ, യൂട്യൂബ് എന്നിവയിലെല്ലാം നമുക്ക് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാനായിട്ട് കഴിയും. എക്സാമ്പിൾ മാസികകൾ, പത്രങ്ങൾ, വെബ്സൈറ്റുകൾ എന്നിവയിലുള്ള ഫ്രീലാൻസ് അവസരങ്ങൾ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ വ്ളോഗിങ്ങിലൂടെ, യൂട്യൂബിലൂടെ അറിവ് പങ്കുവെച്ചുകൊണ്ട് നമുക്ക് വരുമാനം കണ്ടെത്താൻ പറ്റും. ഒപ്പം തന്നെ ഞങ്ങൾ യൂട്യൂബിനകത്ത് ഞങ്ങൾ ചെയ്ത പല വീഡിയോസും ഉണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് അരിപ്പ ഡോക്യുമെൻ്ററി. ഈ അരിപ്പ ഡോക്യുമെൻ്ററി ചിത്രീകരിക്കാനായിട്ട് ഏകദേശം ഞങ്ങൾ 1 ഇയർ എടുത്തു. അരിപ്പ എന്നുള്ള ആ ഒരു ചെറിയ പാച്ചിനകത്ത് കാണുന്ന എല്ലാ ജീവികളെയും ഡോക്യുമെൻ്റ് ചെയ്യുകയും അതിൻ്റെ എല്ലാം വിഷ്വൽ എടുക്കുകയും ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഡോക്യുമെൻ്ററി കംപ്ലീറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പിന്നീട് കാണാനായിട്ട് കഴിയും. അപ്പോൾ അതുപോലെ തന്നെ മീഡിയ എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ വലിയ മീഡിയകളുണ്ട് ഒരുപാട്. അവരിലെല്ലാം എത്തിപ്പെടാനായിട്ട് നമ്മുടെ ഫോട്ടോസിന് കഴിയും. എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ പലരുടെയും ഫോട്ടോകൾ പല ഇന്റർനാഷണൽ മീഡിയകളിലും എന്ത് ചെയ്യാറുണ്ട്, പങ്കുവയ്ക്കപ്പെടാറുണ്ട്. പിന്നെ മറ്റൊരു അവസരം എന്ന് പറയുന്നത് എക്കോ ടൂറിസം ഗൈഡും റിസർച്ചും. നാച്ചുറലിസ്റ്റ് ആയിട്ടുള്ള അവസരങ്ങൾ ഒരുപാടുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് റിസോർട്ടുകളിലും നാഷണൽ പാർക്കുകളിലെ നാച്ചുറലിസ്റ്റ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് കഴിയും. ആസ് എ ഫോട്ടോഗ്രാഫർ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, ആ ജീവികളെ കുറിച്ച് പഠിക്കുകയും അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയ മറ്റുള്ളവരിൽ എത്തിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്കൊരു നല്ലൊരു നാച്ചുറലിസ്റ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുള്ളൂ. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് ശാസ്ത്രജ്ഞർക്കൊപ്പം, അത് റിസർച്ചേഴ്സിനൊപ്പം ഡോക്യുമെന്റേഷന് വേണ്ടി നമുക്ക് അവരുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് കഴിയും. ഇപ്പം നമ്മൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് നേരത്തെ നമ്മുടെ ഇതിനകത്ത് തന്നെ ബയോറിക്സിനകത്ത് തന്നെ ടോക്ക് ചെയ്തിട്ടുള്ള വിവേക് ചന്ദ്രന്റെ ഫോട്ടോ ഉണ്ട്. പിന്നെ ഒരാളെന്ന് പറയുന്നത് എറിക് സിവൻസൺ എന്ന സ്വീഡിഷ് ആണ് ആള്. അപ്പോൾ പിന്നെ ഒരാള് ഇപ്പോൾ റിസർച്ച് സ്കോളറാണ് അർജുഷ് പാരെ എന്നുള്ള. അവരുടെ ഒപ്പം എനിക്ക് തുമ്പികളുടെ ഹീറ്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാനുള്ള ഒരവസരം കിട്ടി. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് പോയപ്പെടുത്ത ചിത്രമാണ്. പിന്നെ നമുക്ക് ആവശ്യമായ ഉപകരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും നമുക്ക് ക്യാമറകൾ ഇപ്പം നിലവിലുള്ളത് DSLR, മിറർലെസ് എന്നുള്ള രീതിയിൽ രണ്ടായിട്ടാണ്. എന്താണെന്ന് അറിയാമല്ലോ ഇപ്പോൾ DSLR എന്താണെന്നും മിറർലെസ് എന്താണെന്നും സാധാരണക്കാർക്ക് വരെ അറിയാവുന്ന കാര്യമാണ്. അതിപ്പോൾ അതിലേക്ക് കൂടുതലായിട്ട് ഞാൻ കടക്കുന്നില്ല.
പിന്നെ മൊബൈൽ ഫോൺ തുടക്കക്കാർക്ക് പ്രകൃതി ദൃശ്യങ്ങൾ, പ്രാണികളെയും മാക്രോ പകർത്താനും. തുടക്കക്കാർക്ക് മാത്രമല്ല, ഇപ്പോൾ മൊബൈൽ ഫോൺ അത്രയധികം വളർന്നു കഴിഞ്ഞു. നല്ല മൊബൈൽ ഫോൺ ഫോട്ടോകളും നല്ല നല്ല ചിത്രങ്ങൾ പകർത്താനായിട്ട് നമുക്ക് കഴിയാറുണ്ട്. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് ആക്ഷൻ ക്യാമറാസ് ആണ്. ഇപ്പോൾ നമ്മൾ മൂവ്മെൻ്റ് ആയിട്ടുള്ള സ്പോർട്സ് പോലുള്ള അല്ലെങ്കിൽ ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയയുടെ മൂവ്മെൻ്റ് ഒക്കെ പകർത്താനായിട്ട് അല്ലെങ്കിൽ അണ്ടർ വാട്ടർ ടെക്നിക്സുകളൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ക്യാമറകളാണ് ആക്ഷൻ ക്യാമറാസ് എന്ന് പറയും. ഇപ്പം നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് ഇപ്പം വിപണിയിലുള്ള ക്യാമറകൾ എന്ന് പറയുന്നത് നിക്കോണ്, കാനോണ്, സോണി, ഫിജി ഫിലിം ഇവയൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ക്യാമറകൾ. ഞാൻ ഉപയോഗിക്കുന്നത് നിക്കോണിൻ്റെ Z6-3യും മാക്രോ ലെൻസ് ഉപയോഗിക്കുന്നുണ്ട്, നിക്കോണിൻ്റെ ഫ്ലാഷ് തന്നെ ഉപയോഗിക്കുന്നുണ്ട്, അതിൻ്റെ ടെലി ലെൻസ് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ റേഡിയൻ്റ് എന്നുള്ള ഡിഫ്യൂസറുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി അതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമായ ഉപകരണങ്ങൾ ഒന്ന് പ്രധാന ലെൻസുകളാണ്. നമുക്ക് നമ്മൾ എടുക്കുന്ന ഫോട്ടോഗ്രാഫിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ലെൻസുകളാണ് നമുക്ക് ആവശ്യം. ഇപ്പം ഞാൻ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് 18mm വെച്ചിട്ട് ഒരല്പം വൈഡായിട്ടുള്ള ചിത്രമാണ്. ഓരോ ലെൻസുകൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഈസി ആയിട്ട് ഞാൻ പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ 300mm ഉപയോഗിക്കുമ്പോൾ ദൂരെയുള്ള ആ ചിത്രം, ആ ബിൽഡിംഗ് നമുക്ക് വളരെ അടുത്ത് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇതാണ് നമ്മൾ ലെൻസുകൾ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഉപയോഗം. അതിൽ നമുക്ക് ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ടെലിഫോട്ടോ ലെൻസുകളാണ്. വളരെ ദൂരെയുള്ള ഒബ്ജക്റ്റുകളെ അല്ലെങ്കിൽ ദൂരെയുള്ള സബ്ജക്റ്റുകളെ വളരെ അടുത്ത് പകർത്താനായിട്ട്, അത് മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ വളരെ അടുത്ത് പകർത്താനായിട്ടാണ് നമ്മൾ ടെലിഫോട്ടോ ലെൻസസ് ഉപയോഗിക്കുന്നത്. പിന്നെ ഒന്ന് മാക്രോ ലെൻസുകളാണ്. പ്രാണികളും പൂക്കളും എന്നിവയുടെ വളരെ ക്ലോസപ്പ് ആയിട്ടുള്ള ചിത്രങ്ങൾ എടുക്കുന്നതിന് വേണ്ടി ചിത്രങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് മാക്രോ ലെൻസ് ഉപയോഗിക്കുന്നത്. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് വൈഡ് ആംഗിൾ ലെൻസാണ്. ഇത് മാക്രോ ലെൻസ് ഉപയോഗിച്ചെടുത്ത ചിത്രങ്ങളാണ്. വളരെ ക്ലോസപ്പ് ആയിട്ട്, അതായത് ചെറിയ ജീവികളെ വളരെ അടുത്ത് നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാക്രോ ലെൻസുകൾ ഉപയോഗിക്കുന്നത്. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് വൈഡ് ആംഗിൾ ലെൻസുകളാണ്. അതായത് ഒരു പ്രദേശത്ത് മുഴുവൻ ഡാറ്റ പകർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ വൈഡ് ആംഗിൾ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, തുടക്കത്തിൽ സംസാരിച്ചതുപോലെ, ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫി ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വൈഡ് ആംഗിൾ ലെൻസുകൾ ഉപയോഗിക്കുന്നത്. പിന്നെ മറ്റൊന്ന് ബൈനോക്കുലറും ഫീൽഡ് ഗൈഡ് ആപ്പ്. ബൈനോക്കുലർ എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ദൂരെയുള്ള ഒരു ജീവിയെ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് ചിത്രങ്ങൾ എടുക്കാനായിട്ട് നമുക്ക് കഴിയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബൈനോക്കുലേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു സഫാരി പാർക്കിലോ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അവിടുത്തെ ഗൈഡുകൾ എപ്പോഴും ബൈനോക്കുലർ വെച്ചിട്ട് ജീവികളെ സ്പോട്ട് ചെയ്തിട്ടാണ് നമ്മളോട് പറയുന്നത് അവിടെ ഇന്ന ജീവിയുണ്ട്. ഇപ്പം നോർത്ത് ഈസ്റ്റ് പോയപ്പോഴും, ഞാൻ ഒരിക്കൽ നോർത്ത് ഈസ്റ്റ് പോയി, അരുണാചൽ പ്രദേശിലേക്ക് പോയപ്പോഴും അവിടെ വന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഗൈഡും ബൈനോ വെച്ചിട്ട് പെട്ടെന്ന് പക്ഷികളെ ഐഡന്റിഫൈ ചെയ്തിട്ട് പറയും ഇന്ന സ്ഥലത്ത് ഇന്ന പക്ഷിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് വളരെ ദൂരെയുള്ള പക്ഷികളെ തിരിച്ചറിഞ്ഞിട്ട് അല്ലെങ്കിൽ മൃഗങ്ങളെ തിരിച്ചറിഞ്ഞ് അവയുടെ അടുത്തേക്ക് മാക്സിമം പോയി ചിത്രങ്ങൾ എടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ബൈനോക്കുലേഴ്സ്. പിന്നെ ഫീൽഡ് ഗൈഡ് ആപ്പുകൾ, ഫീൽഡ് ഗൈഡ് ആപ്പും ഒപ്പം ഫീൽഡ് ഗൈഡുകളും നമുക്കിപ്പോൾ പക്ഷികളുടെ കാര്യത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഫീൽഡ് ഗൈഡ് ആപ്പ് എന്ന് പറയുന്നത് മെർലിനാണ്. നമുക്ക് ബേഡ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ എടുക്കുന്ന ചിത്രങ്ങളെ അത് ഏത് പക്ഷിയാണെന്ന് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് കഴിയും അതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത്, ഞാനിവിടെ ഫീൽഡ് ഗൈഡ് ഓഫ് വൈൽഡ് ലൈഫ് ഓഫ് സൗത്ത് ഇന്ത്യ എന്നുള്ള പുസ്തകത്തിൻ്റെ ഡേവിഡ് ഏട്ടനും സൂര്യ രാമചന്ദ്രനും ചേർന്നുകൊണ്ട് തയ്യാറാക്കിയ ഒരു ഫീൽഡ് ഗൈഡാണ്. അപ്പോൾ അതുപോലുള്ള ഫീൽഡ് ഗൈഡുകൾ ഓൺലൈനിൽ നമുക്ക് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് കഴിയും. അങ്ങനത്തെ ഒരു ഫീൽഡ് ഗൈഡ് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ പോകുന്ന പ്ലേസിലുള്ള പക്ഷികളെയും മൃഗങ്ങളെയും പ്ലാന്റുകളെയൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അതുവഴി കഴിയും. പിന്നെ ഒന്നും നമ്മൾ കാട്ടിലേക്ക് പോകുമ്പോൾ, ഫോട്ടോ എടുക്കാൻ പോകുമ്പോഴേക്കും മാക്സിമം കാടിനോട് ചേർന്നിട്ടുള്ള വസ്ത്രങ്ങളായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമ്മൾ കാരണം മറ്റൊരു ജീവിക്കൊരു ശല്യമായിട്ട് മാറാൻ പാടില്ല. ഇപ്പം നമ്മൾ ചില അവസരങ്ങൾ പൊന്മുടി പോലുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മളിവിടെ സ്ഥിരം വരുന്ന 1-2 വാച്ചർമാരുണ്ട്. അവർ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞ് ചുവപ്പ്, അവരുടെ അടുത്ത് എത്ര നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഇങ്ങനെ റെഡ് ഉപയോഗിക്കരുത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് പിന്നെ മറ്റുള്ള 1-2 ഗാഡ്ജറ്റുകൾ എന്ന് പറയുന്നത് ട്രൈപോഡ് യൂസ് ചെയ്യാം, നമുക്ക് ബീൻ ബാഗ്സ് യൂസ് ചെയ്യാം,
പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഒരു കാട്ടിനകത്തേക്ക് പോകുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കുറേ മര്യാദകളുണ്ട്. വളരെ കാം ക്വയറ്റായിട്ട് വളരെ ശ്രദ്ധാപൂർവം മുമ്പോട്ട് പോയി നമ്മൾ ചിത്രങ്ങൾ എടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഒരു നല്ല വന്യജീവി ഫോട്ടോ എടുക്കുന്ന രീതികൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് വെളിച്ചവും സമയമാണ്. നമ്മൾ ഏത് സമയത്താണ് നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് ചൂസ് ചെയ്യുന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഗോൾഡൻ അവേഴ്സ് എന്ന് പറയും. രാവിലത്തെയും വൈകുന്നേരത്തെയും മോർണിംഗും ഈവനിങ് ടൈമും ഉള്ള ലൈറ്റിനെയാണ് നമ്മൾ ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ടൈമിന് നമുക്ക് ജീവികളെ വളരെ അടുത്തും വളരെ വ്യക്തതയോടെ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ആ സമയം നമ്മൾ കൂടുതൽ ചിത്രം എടുക്കാനായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ നല്ല ചിത്രങ്ങൾ എടുക്കാൻ പറ്റും. ഇത് നമ്മൾ ഇത് സ്ലൈഡിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എർലി മോർണിംഗിൽ പെരിയ ടൈഗർ റിസർവിനകത്ത് നിന്ന് എർലി മോർണിംഗ് എടുത്ത ചിത്രമാണ്. എലിഫന്റ് ഇങ്ങനെ ഉറങ്ങുന്ന ചിത്രമാണ് അത് ആദ്യം കാണുന്നത്. അതിനുശേഷം അവരിങ്ങനെ എഴുന്നേറ്റ് പോകുന്നു. ആ മോർണിംഗ് ടൈമിൽ ആ ലൈറ്റിൽ യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് വ്യക്തമായിട്ട് ആ ചിത്രങ്ങൾ എടുക്കാൻ കഴിഞ്ഞു. പിന്നെ മറ്റ് രണ്ട് പടങ്ങൾ, ഒന്ന് നമ്മുടെ ചൂളക്കാക്കയാണ് ഇങ്ങേറ്റത്തുള്ള, പിന്നെ ഒന്ന് വാർഡ്സ്ട്രോഗനാണ്. വാർഡ്സ്ട്രോഗൻ നമ്മുടെ നോർത്ത് ഈസ്റ്റ് പോയപ്പോൾ എടുത്ത ചിത്രമാണ്. അതും ഏർലി മോർണിംഗ് ആയിരുന്നു. മോർണിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ആ പക്ഷിയുടെ അടുത്തേക്ക് നമുക്ക് പോയി ചിത്രം എടുക്കാനായിട്ട് കഴിയും. പിന്നെ ഫ്രെയിമിങ്, നമ്മുടെ ലൈറ്റിംഗ് പോലെ തന്നെയാണ് ഫ്രെയിമിംഗ് എന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട കുറേ റൂൾസ് ഉണ്ട്. അതിൽ പെട്ട ഒന്നാണ് റൂൾ ഓഫ് തേർഡ്സ് എന്ന് പറയുന്നത്. അതായത് ഹൊറിസോണ്ടലും വെർട്ടിക്കലും ആയിട്ടുള്ള 4 ലൈനുകൾ ഉപയോഗിച്ചുകൊണ്ട് ചതുരങ്ങളാക്കി മാറ്റിക്കൊണ്ട് ഏതെങ്കിലും ഒരു ലൈനിനകത്ത് നമ്മൾ ജീവിയെ പ്ലേസ് ചെയ്തുകൊണ്ട് നമ്മൾ എടുക്കുന്ന ചിത്രങ്ങളെയാണ് റൂൾ ഓഫ് തേർഡ്സ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തേതെന്ന് പറയുന്നത് ഐ ലെവൽ ഷോട്ട്സ് ആണ്. അതായത് ആ ജീവിയുടെ ഐ ലെവൽ ഷോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് മനസ്സിനകത്ത് നമുക്ക് വരുന്നത് നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു ലെവലിൽ നമ്മൾ എടുക്കുന്ന ചിത്രങ്ങളെന്നാണ്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ എടുക്കുന്ന ജീവിയുടെ ഐയുടെ ലെവലിൽ നിന്നുകൊണ്ട് നമ്മൾ എടുക്കുന്ന ചിത്രങ്ങളെയാണ് ഐ ലെവൽ ഷോട്ട്സ് എന്ന് പറയുന്നത്. പിന്നെ എന്ന് പറയുന്നത് ഹെഡ് റൂം എന്ന് പറയും. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും ആ ഒരു പക്ഷിയായിരുന്നാലും ഒരു ജീവിയായിരുന്നാലും ഏത് ആംഗിളിലേക്കാണോ നോക്കുന്നത്, അതിൻ്റെ ഹെഡ് എങ്ങോട്ടാണോ ഇരിക്കുന്നത്, ആ ഒരു ഏരിയയിൽ പ്ലേസ് ചെയ്തുകൊണ്ട് ആ ഏരിയയിൽ സ്പേസ് കൊടുത്തുകൊണ്ട് എടുക്കുന്ന ചിത്രങ്ങളെയാണ് നമ്മൾ ഹെഡ് റൂം ചിത്രങ്ങളെന്ന് പറയുന്നത്. ഈ 3 കാര്യങ്ങളും വളരെ ശ്രദ്ധാപൂർവം ചെയ്ത് വളരെ മനോഹരമായിട്ട് നമുക്ക് വന്യജീവി ഫോട്ടോ എടുക്കാനായിട്ട് കഴിയും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ക്ഷമ വേണം. വന്യജീവി ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു 90% കാത്തിരിപ്പ്. അതായത് ഒരു പക്ഷിയുടെ അല്ലെങ്കിൽ ഒരു ജീവിയുടെ ചിത്രം എടുക്കാനായിട്ട് 90% നമ്മൾ കാത്തിരുന്നെടുക്കുന്നതാണ് ചിത്രങ്ങളാണ് നമുക്ക് കിട്ടാറ്. നമ്മൾ പെട്ടെന്ന് കാട്ടിനകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ജീവികളുടെ നല്ല നല്ല ചിത്രങ്ങൾ എടുക്കാനായിട്ട് നമുക്ക് കഴിയില്ല. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് നല്ല പേഷ്യൻസ് വേണം. ആ പക്ഷി അല്ലെങ്കിൽ ആ മൃഗം വരുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? കാട്ടിനകത്ത് പോയി വളരെ ക്ഷമയോടെ കാത്തിരുന്ന് വേണം നമ്മൾ ചിത്രങ്ങൾ എടുക്കാനായിട്ട്. ക്ഷമയുടെ കാര്യം ഇപ്പോൾ ഞാൻ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് ഗ്രേ പീകോക്ക് ഫസന്റ് എന്നുള്ള പക്ഷിയാണ്. നോർത്ത് ഈസ്റ്റിൽ നിന്നാണ് പകർത്തിയത്. ഈ ചിത്രം എടുക്കാനായിട്ട് ഏകദേശം നമ്മൾ 1.5 മണിക്കൂറോളം ഒരു പ്ലേസിൽ ഹൈഡ് ചെയ്തിരുന്നിട്ടാണ് ഈ ചിത്രം എടുത്തത്. അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഈ ഫോട്ടോഗ്രാഫി തുടങ്ങിയ സമയത്ത് ഒരിക്കലൊരു തുമ്പിയെ കണ്ടിട്ട് ആ തുമ്പിയുടെ പടം എടുക്കാതെ ഞാൻ വിട്ടു. പിന്നീട് ആ ഒരു തുമ്പിയുടെ പടം എടുക്കാനായിട്ട് ഏകദേശം 2-2.5 വർഷം ഞാൻ തിരക്കി നടന്നു. അത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു തുമ്പി എനിക്ക് പിന്നീട് കാണാനായിട്ട് കഴിഞ്ഞത്. പിന്നെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ജീവികളുടെ ശീലങ്ങളും അവ ജീവിക്കുന്ന സാഹചര്യവും മുൻകൂട്ടി മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ചില പക്ഷികളെ നമുക്ക് അവരുടെ ഹാബിറ്റാറ്റിലേക്ക് പോയി ചിത്രം എടുക്കാനായിട്ട്, ഇപ്പം നമ്മുടെ ലോഫിംഗ് ത്രഷസ് ഒരിക്കലും നമുക്ക് ലോ ആൾട്ടിറ്റ്യൂഡ് കിട്ടത്തില്ല. അവരുടെ ആവാസ വ്യവസ്ഥയിലേക്ക് ഒരു 1200 അടി മുകളിലേക്കൊക്കെ പോയാൽ മാത്രമേ 1200 അടിയല്ല 1200 മീറ്ററിന് മുകളിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് ലോഫിംഗ് ത്രഷസിനെ കാണാൻ പറ്റുള്ളൂ. അവർ മോർണിംഗ് സമയത്ത് ഭയങ്കര ആക്റ്റീവ് ആവും. ആ സമയത്ത് പോയി നമ്മൾ അതിൻ്റെ ചിത്രങ്ങൾ എടുക്കുക. അതുപോലെ തന്നെ ഷോലക്കിളികൾ, അവരുടെയും ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അടഞ്ഞ കാടുകളാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ഹാബിറ്റാറ്റിനകത്തേക്ക് ചെന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ചിത്രങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു ആസ് എ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മളൊരു നല്ലൊരു ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ, നല്ല ഫോട്ടോസ് നമുക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നമ്മൾ ആ എടുക്കാൻ പോകുന്ന പ്ലേസിനെ കുറിച്ചിട്ടും
ആ പക്ഷികളെ കുറിച്ചിട്ട്, ആ ജീവികളെ അവിടെയുള്ള സകല ജീവികളെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ള പക്ഷികളുടെയും ജീവികളുടെയും ഒക്കെ പടങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, നമുക്ക് കിട്ടത്തുള്ളൂ. ഇതിൽ കാണിച്ചിരിക്കുന്നത് അഷംഭു ലോഫിംഗ് ഫിഷ് ആണ്. വളരെ നമുക്ക് വളരെ കിട്ടാൻ വളരെ പാടുള്ള ഒരു പക്ഷിയാണ്. ഭയങ്കര ഷൈ ആയിട്ടുള്ള പക്ഷിയാണ്. അതായത് നമുക്ക് ഒരു 1200 അടി മേളിൽ 1200 മീറ്റർ മേളിലേക്ക് ചെന്നിട്ട് ഷോല ഫോറസ്റ്റിനകത്തേക്ക് കയറിയാൽ മാത്രമേ നമുക്ക് ഈ അഷംഭു ലോഫിംഗ് ഫിഷ് നമുക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ അതിന്റെ പ്രത്യേകത, അതിന്റെ ശബ്ദമെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതിന്റെ താഴെയുള്ളത് അഷംഭു ഷോലക്കിളി എന്നിട്ടുള്ള പക്ഷിയാണ്. അതും ഇത് ഈ പറഞ്ഞതുപോലെയാണ്. അവരെ നമുക്ക് അവരുടെ ബിഹേവിയറും അവരുടെ ആവാസ വ്യവസ്ഥയും മനസ്സിലാക്കിയാൽ മാത്രമേ ഇങ്ങനെയുള്ള പക്ഷികളുടെ ചിത്രം എടുക്കാനായിട്ട് നമുക്ക് കഴിയുള്ളൂ. പിന്നെ മറ്റൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ സബ്ജക്ട് ഫസ്റ്റ്, നെവർ കോംപ്രമൈസ് സേഫ്റ്റി ഫോർ ബെറ്റർ ആംഗിൾ. അതായത് നമുക്ക് നല്ലൊരു ചിത്രം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ സേഫ്റ്റി നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. നമ്മുടെ സേഫ്റ്റി എപ്പോഴും നമ്മൾ സേഫ്റ്റിയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ചിത്രങ്ങൾ എടുക്കുക. അതിൻ്റെ ഏറ്റവും വലിയ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു ആന പടം കാണിച്ചിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് വെച്ചിട്ട് ഞങ്ങൾ ഈവനിങ് ടൈമിൽ ഈ ആനയുടെ ചിത്രം എടുക്കുമ്പോൾ ഞങ്ങൾ ഡൗൺ ആംഗിൾ എടുക്കാനായിട്ട് ഞാൻ ചെന്നിരുന്നു. അപ്പോഴേക്കും ആന ചാർജ് ചെയ്യുന്ന ഫോട്ടോയാണത്. അപ്പോൾ അത്രയ്ക്ക് റിസ്ക് ആണ്. നമ്മൾ ഒരിക്കലും കാട്ടിനകത്ത് കയറിയിട്ട് അത്രയ്ക്ക് റിസ്ക് ഒന്നും എടുക്കാൻ പാടില്ല. വളരെ പേഷ്യൻസ് ആയിട്ട് ക്ഷമയോടെ ആ ജീവിയുടെ സ്വഭാവ സവിശേഷതകളെല്ലാം പഠിച്ചുകൊണ്ട് വേണം നമ്മൾ ഒരു നല്ലൊരു ഒരു ഫോട്ടോ എടുക്കാനായിട്ട് കാട്ടിനകത്തേക്ക് പോകാൻ. പിന്നെ ഇനി നമ്മൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ പാലിക്കേണ്ട കുറേ മര്യാദകളുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് ജീവികളെ ശല്യം ചെയ്യാതെ പടം എടുക്കുക എന്നുള്ളതാണ്. അവിടെ സ്വാഭാവിക ജീവിതത്തിന് ശല്യമാകാത്ത രീതിയിൽ നമ്മുടെ ചിത്രം എടുക്കണം. അപ്പോൾ ഇപ്പം നമ്മളൊരു ചിത്രം എടുക്കുമ്പോൾ ഭയന്ന് പറന്നു പോവുകയോ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഗുഡ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ പരാജയപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്നത് ഒരു ടേണിൻ്റെ ചിത്രമാണ്. നമ്മുടെ കൊല്ലത്തുള്ള വെള്ളനാതുരത്ത് നിന്ന് എടുത്ത ചിത്രമാണ്. പിന്നെ കൂടുകളുടെ ചിത്രം എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്ന പക്ഷിക്കൂടുകളുടെ അടുത്തേക്ക് പോയി ചിത്രം എടുക്കരുത്. ഇതിപ്പോൾ എൻ്റെ വീട്ടിനടുത്തുള്ള ഒരു മരത്തിൽ റാക്കറ്റൈൽ ഡ്രോങ്കോ ഒന്ന് കൂട് കൂട്ടിയിട്ട് ആ ഒരു പാറ്റേൺ, അത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇനിയും കൂടുതൽ ചിത്രങ്ങളുണ്ടായിരുന്നു. ആ കൂട് മേക്ക് ചെയ്യുന്നത് പോലുള്ള ചിത്രങ്ങളുണ്ട്. ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിച്ചത് എൻ്റെ ടെലിഫോട്ടോ ലെൻസാണ്. വളരെ ദൂരെ നിന്നിട്ടാണ് ഞാൻ ചിത്രം പകർത്തിയത്. പിന്നെ കൂടിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൂടിന് ചുറ്റുമുള്ള ഇലകളൊക്കെ മാറ്റി കൂടുതൽ വെളിച്ചം വരുത്തി എടുത്തു കഴിഞ്ഞാൽ അത് ഇതിൻ്റെ ശത്രുക്കൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരു കൂട് അവിടെയുണ്ട്, ആ കൂട്ടിനകത്ത് കുഞ്ഞുങ്ങളുണ്ട്, ആ കുഞ്ഞിനെ എനിക്ക് പിടിച്ച് കഴിക്കാൻ പറ്റും എന്ന് ശത്രുക്കൾക്ക് മനസ്സിലാക്കിയിട്ട് അവർ വന്ന് അറ്റാക്ക് ചെയ്ത് കൂട് നശിപ്പിക്കും. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കാനായിട്ട് പക്ഷിക്കൂടുകളുടെ ചിത്രം എടുക്കും വളരെ ദൂരെ നിന്ന് വേണം നമ്മൾ ചിത്രങ്ങൾ എടുക്കേണ്ടത്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സുരക്ഷിതമായ അകലവും അകലം പാലിക്കണം. നമ്മൾ എപ്പോഴും ഒരു നിശ്ചിത അകലം, സേഫ് ഡിസ്റ്റൻസ് പാലിച്ച് വേണം നമ്മൾ ചിത്രങ്ങൾ എടുക്കേണ്ടത്. ഇത് ശ്രീലങ്കൻ ഫ്രോഗ് മൗത്ത് എന്നുള്ള പക്ഷിയാണ്. വളരെ അടുത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പക്ഷിയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇതിരിക്കുന്നതെന്ന് പറയുന്നത് ഒരുപാട് ഇങ്ങനെ ചപ്പുകൾ ഇങ്ങനെ ഒരുപാട് കൂടിയിട്ടുള്ള ഉണങ്ങിയ ഇലകൾ കൂടി നിൽക്കുന്നത് പോലെ ഉള്ള ഹാബിറ്റാറ്റിലാണ് ഈ പക്ഷി ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനുകളിൽ ഫോട്ടോ എടുക്കാനായിട്ട് ചെടികളോ മരച്ചില്ലകളോ ഒന്നും ഒടിച്ചുകൊണ്ട് ആയിരിക്കരുത് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഇങ്ങനെയുള്ള ചിത്രങ്ങൾ പകർത്തേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ റെസ്പെക്ട് ചെയ്യുക. നമ്മൾ പോകുന്ന ഹാബിറ്റാറ്റിനെ നമ്മൾ വളരെ ബഹുമാനത്തോടെ കാണുക. ഒന്നെന്ന് പറയുന്നത് ഓഫ് റോഡിങ്, അതായത് നമുക്ക് വെഹിക്കിൾ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസിൽ വണ്ടി ഓടിച്ച് പോകാതെ തന്നെ ഇരിക്കുക. കാരണം ഇതിൽ ഒരുപാട് ചിത്രങ്ങൾ കാണിച്ചിട്ടുണ്ട്, റോഡ് കിൽസ് ആണ്. അതായത് ഒരു ജീവിയുടെ ജീവൻ പോകാനായിട്ട് നമ്മൾ കാരണക്കാരനാവരുത്. അത് വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ പാലിക്കണം. പിന്നെ ലിറ്ററിങ് ആണ്, സീറോ പ്ലാസ്റ്റിക് പോളിസി. അതായത് നമ്മൾ ഒരിക്കലും കാട്ടിനകത്തേക്ക് പോകുമ്പോൾ പ്ലാസ്റ്റിക് കൊണ്ടുപോകാതിരിക്കുക, അത് കാട്ടിനകത്ത് ഇടാതെ നമ്മൾ തിരിച്ചു വരികയും ചെയ്യണം. അതായത് നമ്മളവിടെ വന്നിട്ട് പോയതിൻ്റെ ഒരു ട്രേസും ഒരു അവശേഷിപ്പും അവിടെ അവശേഷിപ്പിക്കാതെ വേണം നമ്മൾ കാട്ടിനകത്തേക്ക് കയറിയിട്ട് നമ്മൾ തിരിച്ചു വരേണ്ടത്.
പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ലോക്കലായിട്ടുള്ള ലോസ്. നമ്മളെ വനം വകുപ്പിൻ്റെയും ഇപ്പോൾ നമ്മൾ ചില പ്രദേശങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ ലോക്കലായിട്ടുള്ള ആൾക്കാർ പല നിർദ്ദേശങ്ങളും തരാറുണ്ട്. അതൊക്കെ വളരെ ശ്രദ്ധാപൂർവം കേട്ടിട്ട് വേണം നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് പോകേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഫ്ലാഷുകൾ ഉപയോഗിക്കുമ്പോഴായിരുന്നാൽ പോലും വളരെ ശ്രദ്ധാപൂർവം. ഫ്ലാഷ് ഫോട്ടോഗ്രാഫി പ്രോഹിബിറ്റഡ് ആണ്. കാരണം നമ്മൾ ഫ്ലാഷ് ഉപയോഗിക്കുമ്പോൾ അവയുടെ കണ്ണുകൾക്ക് അത് ബാധകമാകാറുണ്ട്. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഫ്ലാഷ് യൂസ് ചെയ്യാതെ തന്നെ നമ്മൾ ചിത്രങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഈ ടോക്ക് ചെയ്തതിനകത്ത് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഏത് സമയവും ഞാനുമായിട്ട് ഷെയർ ചെയ്യാം, എന്നോട് ചോദിക്കാം. ക്യാമറ എടുക്കുന്നതായിരുന്നാലും എന്തായിരുന്നാലും ഗാഡ്ജറ്റുകളെ കുറിച്ചിട്ടുള്ള ഡൗട്ട്സ് ആയിരുന്നാലും എന്ത് ഡൗട്ട്സും നിങ്ങൾക്ക് വളരെ ധൈര്യപൂർവ്വം എൻ്റെ അടുത്ത് ഓപ്പണായിട്ട് സംസാരിക്കാം. എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളാണ് ഇതെല്ലാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ, നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനായിട്ടുണ്ടെങ്കിൽ ഈ അവസരത്തിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ടോക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഓൾസോ യു ക്യാൻ ഷെയർ ദ ക്വസ്റ്റ്യൻ ഇൻ ദ ചാറ്റ് ബോക്സ് ടു. ഹലോ. യെസ്. നമുക്ക് BMC നെ കുറിച്ച് സാർ പറഞ്ഞല്ലോ, അപ്പോൾ അതിൽ നമുക്ക് ഇനി ഫോട്ടോസ് കോൺട്രിബ്യൂട്ട് ചെയ്യാം, അങ്ങനെ അറിയും? ഏതാണ്? BMC ഇല്ലേ, ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി, അതിൽ. അതിൻ്റെ അതായത് നമ്മൾ ബയോഡൈവേഴ്സിറ്റി മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ എന്ന് പറയുന്നത് ഇപ്പം നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പഞ്ചായത്തുകളിലും ചെയ്യുന്നതെന്ന് പറയുന്നത് അവർ തന്നെ ഇരുന്നിട്ട് 10 പക്ഷി അല്ലെങ്കിൽ 5 ഇൻസെക്റ്റ് അങ്ങനെയുള്ള ഡേറ്റ മാത്രമാണ് അവരിപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവരുടെ അടുത്ത് നമ്മൾ പോയി ആസ് ഒരു നാച്ചുറലിസ്റ്റ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു പ്രകൃതി സ്നേഹിക്കുക, അല്ലെങ്കിൽ നല്ലൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ അവരുടെ അടുത്ത് പോയി നമുക്ക് സംസാരിക്കണമെങ്കിൽ നമ്മളെ അടുത്ത് ഒരു ഡേറ്റ വേണം. അത് വെറും എഴുതി തയ്യാറാക്കിയ ഒരു ഡേറ്റ മാത്രമായി കഴിഞ്ഞാൽ അവർ അംഗീകരിക്കണമെന്നില്ല. പകരം നമ്മുടെ അടുത്ത് ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ഇപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത് ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പല പഞ്ചായത്തുകളിലും പക്ഷികളുടെ ഡേറ്റ തയ്യാറാക്കാറുണ്ട്. അതിനെല്ലാം നമ്മുടെ ചിത്രങ്ങൾ അവർ ഉപയോഗിക്കാറുണ്ട്. പിന്നെ അവരുടെ മാനേജ്മെന്റ് ഡാറ്റ പ്ലാനിങ്ങിൽ ഒരു രജിസ്റ്റർ അവർ ഉണ്ടാക്കാറുണ്ട്. എല്ലാ വർഷങ്ങളിലും അവർ അത് അപ്ഗ്രേഡ് ചെയ്യാറുണ്ട്. അങ്ങനത്തെ സിറ്റുവേഷനിൽ പ്രിന്റ് ചെയ്യുമ്പോഴെല്ലാം നമ്മുടെ ചിത്രങ്ങൾ അതിനകത്തേക്ക് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ സാർ, ഞാൻ ഇന്ന് പോയിണ്ടായിരുന്നു ഈ BMC അവിടുത്തെ റെക്കോർഡ് നോക്കാൻ. അപ്പോൾ വളരെ കുറച്ച് പക്ഷികളുടെ ഫോട്ടോ ഉണ്ടായില്ല. ഫോട്ടോ ഒക്കെ 4 ഉണ്ടായുള്ളൂ. അതിന്റെ വിവരങ്ങളാകെ ആണെങ്കിലും ഒരു 10 എണ്ണമൊക്കെ കണ്ടുള്ളൂ. അപ്പൊ ഞാൻ ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാറില്ല, അപ്പൊ എനിക്ക് അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ചോദിച്ചാൽ. അതിനുവേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വെറുതെ പോയി നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. അവിടെ ഒരു കൗൺസിൽ ഉണ്ടാവും, ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കൗൺസിൽ എന്ന് പറഞ്ഞിട്ട്. പഞ്ചായത്തിലുള്ള അധികാരികളും സെക്രട്ടറിയും ഉൾപ്പെടെ പുറത്തു നിന്നുള്ള ആൾക്കാരെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കൗൺസിൽ ഉണ്ടാവും. ആ കൗൺസിലിനകത്തേക്ക് പോയിട്ട് വേണം നമ്മൾ ഡാറ്റ ഷെയർ ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രമേ ഇതിനൊക്കെ അപ്ഗ്രേഡ് വരത്തുള്ളൂ. അല്ലാതെ ഒന്നും നമുക്ക് അതിനെ അപ്ഗ്രേഡ് ചെയ്ത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് നമുക്ക് മാറ്റം കൊണ്ടുവരാനായിട്ട് വളരെ പതുക്കെ അവർക്ക് ആ ഒരു അവബോധം വേണം. അപ്പോൾ പഞ്ചായത്ത് അധികൃതർക്ക് നമ്മൾ പോയി സംസാരിക്കണം, ഇത്രയും ഡേറ്റ അല്ല ഇവിടെ ഉള്ളത്,
നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനെയോ അവിടെ സെക്രട്ടറിയോ കണ്ടിട്ട് കാര്യം പറയണം. ഇങ്ങനെ ഇത്രയും ഡേറ്റയല്ല ഇവിടെ ഉള്ളത്, അല്ലെങ്കിൽ ഇത്രയും പക്ഷികളല്ല, അല്ലെങ്കിൽ ഇത്രയും ജീവികളല്ല ഇവിടെ ഉള്ളത് എന്നുള്ള ഡേറ്റ അവരിലേക്ക് എത്തിക്കുകയാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു. സർ, ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് വേറെ ചാറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട്. ചോദിച്ചോളൂ. ചാറ്റ് ബോക്സിലല്ലേ? ഒരു സെക്കൻഡ് ഞാൻ നോക്കിയോട്ടെ. Is it okay to use a torchlight while photographing owls and at night? Okay. ഞാൻ ടോക്ക് ചെയ്തപ്പോഴേ പറഞ്ഞു, നമ്മുടെ ഭയങ്കര അതായത് കൂടുതലായിട്ടുള്ള ലൈറ്റ് യൂസ് ചെയ്യുമ്പോൾ അവരുടെ കണ്ണിന് അത് ബാധകമാവാറുണ്ട്, എഫക്റ്റ് ചെയ്യാറുണ്ട്. ചില സ്റ്റഡികളിൽ, അതായത് നമ്മളിപ്പോൾ ഒരു ഡാറ്റ തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചിത്രങ്ങൾ പകർത്തിയാണ്, അല്ലെങ്കിൽ നമ്മൾ അവിടെ അങ്ങനെ ഒരു പക്ഷി ഉണ്ട് എന്ന് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. അതിനുവേണ്ടി നമ്മൾ 1-2 ചിത്രങ്ങൾ എടുക്കുക. അതിൻ്റെ സേഫ്റ്റി നോക്കി വേണം നമ്മൾ ചിത്രങ്ങൾ എടുക്കേണ്ടത്. ഇപ്പം നമ്മൾ ടോർച്ച് ലൈറ്റ് ഉപയോഗിക്കുന്നത് വളരെ തെറ്റ് തന്നെയാണ്. അത് ഇപ്പം നമ്മളെ കണ്ണിലേക്ക് ടോർച്ച്, നല്ല ഹൈ ബീമായിട്ടുള്ള ഒരു ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ കണ്ണിനെ അഫക്റ്റ് ചെയ്യാറില്ല. അതുപോലെ തന്നെ ജീവികൾക്കും അത് സംഭവിക്കാറുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് വൺ ഈസ് ബെറ്റർ ഇൻ യുവർ ഒപ്പീനിയൻ, DSLR ഓർ മിറർലെസ് ക്യാമറ? ഓക്കെ, ഞാൻ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് DSLRന് മുന്നേ ഉള്ള ക്യാമറയിലാണ്, ഫിലിം ക്യാമറയിലാണ് ഞാൻ എൻ്റെ ഫോട്ടോഗ്രാഫി ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് മുതൽ ഇന്ന് വരെയുള്ള എൻ്റെ ഒപ്പീനിയൻ, എൻ്റെ ഒരു സ്റ്റഡി പ്രകാരമാണെങ്കിൽ കാലത്തിന് മുന്നേ നമ്മൾ പ്രവർത്തിക്കണമെന്നാണ്. ഇപ്പോൾ നെഗറ്റീവ് ഫോട്ടോഗ്രാഫിയിൽ നിന്ന് നമ്മൾ മാറി DSLRലേക്ക്, ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയിലേക്ക് വന്നപ്പോൾ അത് കുറേ കൂടെ ഈസിയായി. നമ്മൾ ആദ്യകാലങ്ങളിൽ ഒരു 30 ഫോട്ടോ എടുക്കുന്ന ടൈമിന് നമുക്ക് ഒരു മെമ്മറി ചിപ്പ് ഉപയോഗിച്ചുകൊണ്ട് വളരെയധികം ഫോട്ടോസ്, നമ്മളെ ആഗ്രഹത്തിനനുസരിച്ചിട്ടുള്ള ചിത്രങ്ങളെല്ലാം നമുക്ക് പകർത്താനായിട്ട് കഴിയും. ഇപ്പോഴ് അതിൽ നിന്ന് ടെക്നോളജി വളർന്നു. നമ്മൾ ആദ്യം ചെയ്യേണ്ട ടെക്നോളജി അംഗീകരിക്കുക എന്നുള്ളതാണ്. മാറി വരുന്ന ടെക്നോളജിയെ നമ്മൾ യൂസ് ചെയ്യുക. ഇപ്പോഴ് എൻ്റെ ഒപ്പീനിയൻ പ്രകാരമാണെങ്കിൽ മിറർലെസ് ക്യാമറ തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യും. കാരണം നമ്മൾ കുറേ കൂടെ ഈസിയായി നമുക്ക് നമ്മൾ കാണുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ നമുക്ക് പകർത്താനായിട്ട് മിറർലെസ് ക്യാമറകൾ വഴി കഴിയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഉറപ്പിച്ച് പറയും, മിറർലെസ് ക്യാമറ തന്നെ നമ്മൾ ഇനിയുള്ള തലമുറ യൂസ് ചെയ്യണമെന്ന് തന്നെ ഞാൻ പറയും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നു. ഫ്ലാഷ് പ്രോഹിബിറ്റഡ് ആണെങ്കിലും മാക്രോ ഫോട്ടോ എടുക്കുമ്പോൾ ഫ്ലാഷ് ഇല്ലാണ്ട് പറ്റുമോ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഫ്യൂസർ യൂസ് ചെയ്യുന്നത്. അതായത് വളരെ ഹാർഡായിട്ടുള്ള ലൈറ്റിനെ വളരെ ഡിഫ്യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ചിത്രം എടുക്കുന്നത് അതുകൊണ്ടാണ്. അതായത് ഒരു ജീവിയെ മാക്സിമം കൊന്ന് ചിത്രം എടുക്കുക എന്നുള്ളതല്ല അതുകൊണ്ട് അർത്ഥമാക്കേണ്ടത്. നമുക്ക് ആവശ്യമുള്ള ചിത്രം മാത്രം പകർത്തിക്കൊണ്ടായിരിക്കണം. അതായത് നമ്മളെ ഒരു പ്രവൃത്തി കൊണ്ട് അവർക്ക് അധികം ശല്യമില്ലാത്ത രീതിയിൽ നമ്മൾ ആസ് എ ഡോക്യുമെന്റേഷൻ ആണെങ്കിൽ ഓക്കെയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഞങ്ങൾ ഇടയ്ക്ക് ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളുമായിട്ട് മലബാറിക്ക എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഒരു മെയിൻ കണ്ടന്റ് തന്നെയായിരുന്നു. അപ്പോഴേക്കും നമ്മൾ ഈ ചിത്രങ്ങൾ എടുക്കുക, മാക്രോ ഫോട്ടോഗ്രാഫിയൊക്കെ എടുക്കുക എന്ന് പറയുന്നത് ഒരു ട്രെൻഡായിട്ടുള്ള തുടങ്ങിയ സമയമായിരുന്നു. അപ്പം ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ജീവികളെ പിടിച്ചു വയ്ക്കാതെ അവരുടെ ഹാബിറ്റാറ്റിലേക്ക് പോയി ചിത്രം എടുക്കാൻ അവരെ പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അതായിരുന്നു ഞങ്ങളുടെ അന്നത്തെ ആ ഒരു ലക്ഷ്യം. അതിൽ ഞങ്ങൾ സക്സസ് ആയി. എല്ലാവർക്കും നല്ല അഭിപ്രായമുള്ള പ്രോഗ്രാം ആയിരുന്നു അത്. മറ്റെന്തെങ്കിലും?
ഓക്കെ. നമ്മളിങ്ങനെ വേറെ ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ കോൾസ് ഇടുന്നതെന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് അതിൻ്റെ ബിഹേവിയറൽ ചേഞ്ചസ് വരുത്താൻ അത് കാരണമാവും. മാക്സിമം ആസ് എ ഡോക്യുമെന്റേഷന് മാത്രം അത് ഉപയോഗിക്കുക. അല്ലാത്തപ്പോൾ ഒരിക്കലും നമുക്ക് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഒരു പക്ഷി അവിടെ ഉണ്ട്, പക്ഷെ അതിനെ ശാസ്ത്രലോകത്തിന് മുന്നിൽ കൊണ്ടുവരണമെങ്കിൽ അതിന്റെ ചിത്രം ഇന്ന് വേണം. പണ്ട് കാലത്താണെങ്കിൽ ഫോട്ടോഗ്രാഫി ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ സമയത്ത് നമ്മളൊരു പക്ഷി അല്ലെങ്കിൽ ഒരു ജീവി അവിടെ ഉണ്ടെന്ന് കാണിക്കാനായിട്ട് ആ ജീവിയെ പിടിച്ച് കൊന്ന് എടുത്തുകൊണ്ടൊന്ന് പഠിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് അതല്ല. ഫോട്ടോഗ്രാഫ് അത്രയ്ക്ക് വളർന്നിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ആപ്പുകൾ ഉപയോഗിക്കാം. പിന്നെ മെർലിൻ ആപ്പ് കൊണ്ട് അത് മാത്രമല്ല ഉപയോഗം എന്ന് പറയുന്നത്, മെർലിൻ ആപ്പിനകത്ത് നമ്മൾ എടുക്കുന്ന ചിത്രങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് അത് ഏത് പക്ഷിയാണെന്ന് നമുക്ക് പഠിക്കാൻ കഴിയും. അപ്പോൾ അതിൽ അങ്ങനത്തെ ഇപ്പൊ നമുക്ക് കോള് പ്ലേ ബാക്ക് ചെയ്യാനല്ല മെർലിൻ ആപ്പ് ഉപയോഗിക്കേണ്ടത്. പകരം അല്ലാത്ത സമയങ്ങളിൽ ആ പക്ഷിയുടെ ശബ്ദം ഏതാണെന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഫീൽഡിൽ പോകുമ്പോൾ അത് ഇന്ന പക്ഷിയാണ്, അതിന്റെ കോള് കേൾക്കുന്നത്. അപ്പൊ നമുക്ക് കാട്ടിനകത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ കാണുന്ന പക്ഷികളുടെ എണ്ണം കുറവായിരിക്കും, നമ്മൾ കേൾക്കുന്ന പക്ഷികളുടെ എണ്ണമായിരിക്കും കൂടുതൽ. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ ഈ മെർലിൻ പോലുള്ള ആപ്പുകളിൽ കയറിയിട്ട് പക്ഷികളുടെ കോളുകൾ പഠിച്ചുകൊണ്ട് നമ്മൾ ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പക്ഷി ഏതാണെന്ന് മനസ്സിലാക്കി അതിന്റെ അടുത്തേക്ക് പോയി ചിത്രങ്ങൾ എടുക്കാൻ കഴിയും. മറ്റെന്തെങ്കിലും? ഇനി നമുക്ക് നല്ലൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആകാനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതും കൂടെ പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് അതായത് നമ്മുടെ കയ്യിലുള്ള ക്യാമറയിൽ നമ്മൾ മാസ്റ്റർ ആവുക എന്നുള്ളതാണ്. നമ്മളൊരു കാട്ടിനകത്തേക്ക് പോയിട്ട് ആദ്യമായിട്ട് ഒരു ക്യാമറ എടുത്തുകൊണ്ട് പോയിട്ട് പഠിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. നല്ലൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫ് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളെ കയ്യിലുള്ള ഗാഡ്ജറ്റ് ഏതാണോ, അത് മൊബൈൽ ക്യാമറ ആവാം, എന്തും ആയിക്കോട്ടെ, അതിനെക്കുറിച്ച് ആ ക്യാമറയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഷട്ടർ എത്ര ഉപയോഗിക്കണം, അതിൻ്റെ എല്ലാ ടെക്നിക്സുകളും നമ്മൾ ബൈഹാർട്ട് ആയി കഴിഞ്ഞാൽ വളരെ നല്ല ചിത്രങ്ങൾ വളരെ ഈസി ആയിട്ട് നമുക്ക് പകർത്താൻ കഴിയും. പിന്നെ നമുക്ക് ആവശ്യമുള്ള ക്യാമറ ലെൻസ് തന്നെ നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പൊ നമുക്കൊരു ഗോപ്രോ ലെൻസ് എടുത്തുകൊണ്ട് പോയിട്ട് ഒരു ഗോപ്രോ ക്യാമറ എടുത്തുകൊണ്ട് പോയിട്ട് ഒരിക്കലും നമുക്ക് വളരെ ക്ലോസപ്പ് ആയിട്ടുള്ള ഒരു ചിത്രം എടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻ വളരെ അടുത്തേക്ക് പോകേണ്ടി വരും. ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഒരു DSLR ഒരു മിറർലെസ്സോ ക്യാമറ എടുത്തിട്ട് അതിൽ ടെലിഫോട്ടോ ലെൻസ് അറ്റാച്ച് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഫോട്ടോ എടുക്കാനായിട്ട് പോകാനായിട്ട്. അതുപോലെ തന്നെ മാക്രോ ലെൻസ്, അതായത് മാക്രോ ഒബ്ജക്റ്റുകൾ എടുക്കാനായിട്ട് നമ്മൾ മാക്രോ ലെൻസുകൾ ഉപയോഗിക്കുക. വൈഡ് ആംഗിൾ ലെൻസ്, അതായത് നമുക്ക് എന്ത് ഫോട്ടോഗ്രാഫിയാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതിന് ആപ്റ്റായിട്ടുള്ള രീതിയിലുള്ള ഗാഡ്ജറ്റുകൾ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നല്ലൊരു നിരീക്ഷകനാകുക. അങ്ങനെയുള്ള ആൾക്ക് മാത്രമേ നല്ല ഫോട്ടോഗ്രാഫ്സ് എടുക്കാനായിട്ട് കഴിയുള്ളൂ. പ്രകൃതിയെ നല്ലപോലെ നിരീക്ഷിക്കുക, അതിന്റെ ഏറ്റവും നല്ല ബെറ്റർ ആയിട്ടുള്ള മൊമെന്റ് ഏതാണെന്ന് മനസ്സിലാക്കി ആ മൊമെന്റ് നമ്മൾ പകർത്തുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഫോട്ടോ എഡിറ്റിംഗ് പഠിക്കണം നമ്മൾ. ചില ഫോട്ടോഗ്രാഫ്സ് കാണുമ്പോൾ നമ്മൾ പറയും, ഓ അതിൻ്റെ അത്രയും ബെറ്റർ ആയിട്ടുള്ള ചിത്രം നമുക്ക് കിട്ടിയില്ലല്ലോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് അവർ ഫോട്ടോ എടുക്കുക മാത്രമല്ല ചെയ്യുന്നത്, കൃത്യമായിട്ട് എഡിറ്റിംഗ് ചെയ്യാറുണ്ട്. അപ്പോൾ എഡിറ്റിംഗ് പഠിക്കുക എന്നുള്ളത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ മറ്റൊരു കാര്യം ഞാൻ ക്ഷമയെക്കുറിച്ച് പറഞ്ഞു. ക്ഷമയും വേഗതയും വേണം. അതായത് നമ്മുടെ കയ്യിലുള്ള ക്യാമറ ഉപയോഗിച്ച് വളരെ ക്ഷമാപൂർവ്വം കാത്തിരുന്ന് കിട്ടുന്ന ആ മൊമെന്റിനെ വളരെ വേഗതയിൽ, ചിലപ്പോൾ ആ മൊമെന്റ് എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമേ ഉണ്ടാകത്തുള്ളൂ, ആ ഒരു മൊമെന്റിനെ നമ്മൾ വളരെ ഈസി ആയിട്ട് ആ വേഗതയോടെ നമ്മൾ പകർത്താനായിട്ട് കഴിയണം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും യാത്രകൾ ചെയ്യാതെ നമുക്ക് നല്ല നല്ല ചിത്രങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള ചിത്രങ്ങൾ കിട്ടില്ല. അതിനുവേണ്ടി ഒരുപാട് യാത്രകൾ ചെയ്യണം. പിന്നെ അവസരങ്ങൾക്കായി നമ്മൾ കാത്തിരിക്കാൻ പാടില്ല. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്കൊരു ജോലി കിട്ടിയിട്ട് ഞാൻ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആവാം, അല്ലെങ്കിൽ എൻ്റെ പഠനം കഴിഞ്ഞിട്ട് നല്ലൊരു ഫോട്ടോഗ്രാഫർ ആവാം. അങ്ങനെ നമ്മൾ ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് നല്ലൊരു ഫോട്ടോഗ്രാഫർ ആവാൻ കഴിയില്ല. ഇതെല്ലാം നേടിക്കഴിയുമ്പോഴേക്കും നമ്മളെ മുമ്പിലുള്ള അവസരങ്ങൾ നഷ്ടപ്പെടും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കിട്ടുന്ന അവസരങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്താണോ നമുക്ക് ആഗ്രഹം അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുക.
പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഭൂമി മനുഷ്യന് മാത്രമുള്ളതല്ല, മറ്റ് ജീവജാലങ്ങൾ കൂടി ഉള്ളതാണെന്നുള്ള ഒരു അവബോധം നമ്മുടെ മനസ്സിനകത്ത് വേണം. ഒപ്പം അവ സംരക്ഷിക്കപ്പെട്ടാൽ മാത്രമേ മനുഷ്യരാശിക്ക് നാളെ ഈ ഭൂമിയിൽ നിലനിൽപ്പുള്ളൂ എന്നുള്ള ഒരു അവബോധം നമുക്കുണ്ടാവണം. നമ്മളെടുക്കുന്ന ചിത്രങ്ങൾ വഴി മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും വേണം. എങ്കിൽ മാത്രമേ നല്ലൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ വിജയിച്ചു എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഓക്കെ, താങ്ക് യു. Okay, I hope there are no more questions. So can we conclude today's session? ഇന്നത്തെ ബയോറിക്സിന്റെ എക്സ്പെർട്ട് സെഷൻ സമാപനത്തോടെ അടുക്കുകയാണ്. ആദ്യം തന്നെ we extend our sincere gratitude to Mr. Reggie Sundaran for sharing his valuable insights on wildlife photography, opportunities and ethics. Today's session highlighted the importance of wildlife photography in biodiversity conservation and the ethical responsibilities that come with documenting nature. We thank all participants for joining us and making this session a success. Also, Nala will be having our Biorix Biotech session on the topic nutrition requirement of our body. നാളെ 7:30 മുതൽ 8:30 വരെ ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും ഈ സെഷൻ നടക്കാൻ പോകുന്നത്. അതിന്റെ ലിങ്ക് ബയോറിക്സിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. With that, we officially conclude today's session. Thank you all. We look forward to see you at our next Biorix event. Stay curious and keep exploring nature. Thank you.